കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കായംകുളം ടൗൺ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്കിന്റെ 33ാമത് വാർഷിക സമ്മേളനമാണ് നടന്നത്. കെ ലളിതമ്മ പ്രാർത്ഥനാഗീതം ചൊല്ലി. കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ചിട്ടയോടെ തന്നെ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ലേശം പോലും അസത്യമില്ല. കാരണം ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ 5 യൂണിറ്റുകളാണ്. നമ്മളൊരു സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഓരോ യൂണിറ്റിന്റെയും സമ്മേളനം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ബ്ലോക്കിന്റെ സമ്മേളനത്തിലേക്ക് പോകൂ. അങ്ങനെ നമുക്ക് സാധിക്കും. സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ എ ഇസഹാഖ് കുഞ്ഞ് വാർഷിക കണക്ക് അവതരണം നടത്തി. പ്രസിഡന്റ് മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. 33ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ കായംകുളത്തെ കമ്മിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ മുൻ ബ്ലോക്ക് സമ്മേളനങ്ങളിൽ നിന്ന് അത്രയൊന്നും സമയം നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. എല്ലാം ഒരു തിരക്ക് പിടിച്ച ഒരു പ്രവർത്തനമാണ് നടത്താൻ കഴിഞ്ഞത്. ജോയിന്റ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ നായർ, ജോയിന്റ് സെക്രട്ടറി കെ ഷറഫുദ്ദീൻ, എം ജോഷ്യ, സുകുമാരിയമ്മ, കെ ആർ വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം ജി ഗീത വരണാധികാരിയായി 2025-26 വർഷത്തെ തിരഞ്ഞെടുപ്പും ബജറ്റ് പ്രമേയങ്ങളുടെ അവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.